ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. 86 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയുടെ കണക്ക് കൂടി വരുമ്പോൾ അത് കുറേ കൂടി വർദ്ധിക്കും എന്ന വിധത്തിലും കരുതുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനയും സ്വാഭാവികമായിട്ടും റവന്യൂവിലെ പരാതി ലഭ്യമാകണം, സ്ഥലം പരിശോധിക്കണം, തുടർന്ന് LSTDയുടെ എഞ്ചിനീയർമാർ നഷ്ടപരിഹാരം നിശ്ചയിക്കണം. ആ നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് രാവിലെ 8 മണിക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മലയോര മേഖലയിലും ഏവറേജ് 500 mm മഴ പെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സാധാരണ നിലയിൽ കാണാത്ത ഒരു അളവാണത്. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, പരക്കെ മലയോര മേഖലയിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും ആകെ ഇപ്പോൾ 500 mm മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സോയിൽ സാങ്ച്വറേറ്റഡ് ആകുന്നതിൻ്റെ ഒരു വലിയ സ്വഭാവം അതിലേക്ക് വരും. മണ്ണ് കുതിരുന്നു എന്ന പ്രശ്നം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 29-30 തീയതികളിൽ, ഇന്ന് 27ആണ്, 29-30 തീയതികളിൽ മഴയുടെ അളവും കാറ്റിൻ്റെ ശക്തിയും ഒരുപോലെ വർദ്ധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് 29-30 തീയതികളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ കളക്ടർമാരോടും താഴത്തുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൺസൂൺ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ വന്നു എന്ന് മാത്രമല്ല, ശക്തമായിട്ടുള്ള കാറ്റാണ് കാണുന്നത്. കൊച്ചിയിലെ റഡാറിൽ പരിശോധിക്കുമ്പോൾ 85 മുതൽ 90 വരെ വേഗതയിൽ കാറ്റ് വീശിയതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മലയോര മേഖലകളിലെ യാത്ര, പ്രത്യേകിച്ച് രാത്രികാല യാത്ര, നല്ല ശ്രദ്ധയോടുകൂടി ഇടപെടണം എന്ന് പ്രത്യേകമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാലവർഷത്തിനിടയിലുണ്ടായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളത്തെ കപ്പൽച്ചാലിൽ MSC എൽസ 3 വീണു. അതിൻ്റെ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ രാവിലെ കണക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 33 കണ്ടെയ്നറുകളിൽ 29 എണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത്. 2 എണ്ണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്, 2 എണ്ണം ആലപ്പുഴയിലും. ഇങ്ങനെ 33 കണ്ടെയ്നറുകളാണ് പിന്നെ തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത്. കണ്ടെയ്നറുകൾ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചു. ഇപ്പോഴും എപ്പോഴും ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും വിധത്തിൽ കണ്ടെയ്നർ തന്നെയാകണമെന്നില്ല, കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് തരികളുള്ള നർഡിൽ പാക്കറ്റുകളാണ്. അതിപ്പോൾ കണ്ടെയ്നർ തകർന്നതിൻ്റെ ഭാഗമായി, അകത്തു വെച്ച് തകർന്നതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നതായിരിക്കും. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. തീരദേശ മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ പ്രത്യേകമായിട്ടുള്ള യോഗം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത് ചേർന്നിട്ടുണ്ട്. ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകളുള്ള കൊല്ലത്തെ തീരദേശ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. നേരത്തെ പറഞ്ഞു തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത്. ഏറ്റവും ചുരുങ്ങിയത് 200 മീറ്ററെങ്കിലും അപ്പുറത്ത് നിൽക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. കണ്ടെയ്നറുകൾ എത്ര ഇപ്പോൾ കപ്പൽ ചാലിൽ അല്ലെങ്കിൽ ജലപരപ്പിൽ വന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട്, എത്ര എണ്ണം കടലിൽ പൂർണ്ണമായും പോയിട്ടുണ്ട് എന്ന എണ്ണം നമ്മുടെ കയ്യിൽ ലഭ്യമാകില്ല. പക്ഷേ തീരത്തേക്ക് അടുത്ത കപ്പലിൻ്റെ കണ്ടെയ്നറുകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നുകൂടി കണ്ടെയ്നറുകളുടെ പ്രയാണമുണ്ടാകും എന്നാണ് കോസ്റ്റ് ഗാർഡ് അവരുടെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. അങ്ങനെ കോസ്റ്റ് ഗാർഡ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ന് വൈകുന്നേരം വരെ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞുകൂടും എന്നുള്ളതിൽ പ്രത്യേക ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണുപോയ കപ്പൽ ഇനി പൊന്തിച്ചെടുക്കലാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആ കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനിയാണിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സാൽവേജ് കമ്പനിയുടെ സൈഡ് സ്കാനിങ് സോളാർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് വെച്ച് ഭൂമിയുടെ അടിപ്പരപ്പിൽ ജലത്തിൻ്റെ അടിപ്പരപ്പിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കാൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യണം എന്നാണ്
സാൽവേജ് കമ്പനിയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അതനുസരിച്ചിട്ടുള്ള നടപടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.